നമസ്കാരം. ചെറിയ തലവേദന പോലും നമ്മെ അലോസരപ്പെടുത്തും. ചിലപ്പോഴൊക്കെ തലവേദനകൾ നമ്മളെ സമ്പൂർണ്ണമായി തളർത്തിയേക്കാം. ചില തലവേദനകൾ ജീവന് തന്നെ ഭീഷണിയാണ്. കാരണം ചെയ്യുമ്പോൾ മാത്രമാണ് തലവേദനയുടെ ഗൗരവം മനസ്സിലാവുക. ഗുഡ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മസ്തിഷ്കമാണ്. മനുഷ്യൻ്റെ അനന്ത വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിനേക്കുന്ന ഏത് ക്ഷതവും ശരീരത്തിന് താങ്ങാനാവില്ല. നേരത്തെ സൂചിപ്പിച്ച തലവേദനകൾ ചിലപ്പോൾ മസ്തിഷ്കത്തിൻ്റെ സ്വസ്ഥത തകരുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാവാം. തലച്ചോർ എന്നത് ശരീരത്തിലെ കേന്ദ്രമാണെന്ന് പറയാം. നടക്കുന്നതും വർത്തമാനം പറയുന്നതും പോലെയുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികളായ ശ്വാസോച്ഛ്വാസം പോലെയുള്ള കാര്യങ്ങളും തലച്ചോറിന്റെ നിയന്ത്രണത്തിലാണ്. കാഴ്ച, കേൾവി, സ്പർശം, മണം, ഓർമ്മ, വികാരങ്ങൾ, വ്യക്തിത്വം എന്നിവയും തലച്ചോർ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അവയവങ്ങളും നിയന്ത്രിക്കുന്ന ഫങ്ഷനാണ് തലച്ചോറിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു അവയവങ്ങളിലൊന്നാണ്. മാത്രവുമല്ല, നമ്മുടെ ഓർമ്മ, ബുദ്ധിശക്തി, നമ്മുടെ വികാരങ്ങൾ ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ തലച്ചോറിലുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ചും തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകൾ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ വരുന്ന ട്യൂമറുകളെ അപേക്ഷിച്ച് അധികം പ്രാധാന്യമർഹിക്കുന്നു. അനിയന്ത്രിതമായ വളർച്ച മൂലം തലച്ചോറിലുണ്ടാകുന്ന മുഴകളെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ബ്രെയിൻ ട്യൂമറുകൾ പലതരത്തിലുണ്ട്. ചിലത് ക്യാൻസറസ് ആണ്, മറ്റു ചിലത് വളരെ സാധാരണമായ മുഴയാണ്. തലവേദനയാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം. ഈ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന ട്യൂമറാണ്. അതൊരു മുഴയാണ്. അത് ചിലപ്പം ബ്രെയിനിനകത്തു നിന്നുണ്ടാവാം, ചിലപ്പം ബ്രെയിനിൻ്റെ വെളിയിലൊരു ലൈനിങ് ഉണ്ട്, അതിൽ നിന്നും ഉണ്ടാവാം. ചിലപ്പോൾ തലച്ചോറിനകത്ത് രക്തക്കുഴലുണ്ട്, അപ്പം അതിൽ നിന്നും ഒരു തരത്തിൽ മുഴകൾ ഉണ്ടാവാം. ഇങ്ങനത്തെ മുഴകൾ ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. സാധാരണയായിട്ട് നമ്മൾ കേൾക്കും ഇത് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലോ, അഥവാ ഇത് റേഡിയേഷൻ, മൈക്രോവേവ് റേഡിയേഷൻ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട് എന്ന് അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല എന്ന്. തലച്ചോറിൽ വരുന്ന ട്യൂമറുകൾ ചികിത്സിച്ച് മാറ്റുന്നതിന് വളരെയധികം പ്രയാസമാണ്. മാത്രവുമല്ല, നമ്മുടെ തലയോട്ടിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അവയവമാണ് ഈ തലച്ചോറ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ട്യൂമറുകൾ അത്യധികം സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു പക്ഷേ മറ്റ് ക്യാൻസറുകൾക്കുള്ളതുപോലെ തന്നെ നമ്മുടെ ഈ തലച്ചോറിനുണ്ടാകുന്ന സിംറ്റംസ് പലപ്പോഴും കുറച്ച് വ്യത്യാസമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒട്ടുമിക്ക ക്യാൻസറുകളും ഒരു തലവേദനയായിട്ടായിരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ട്യൂമറുകളാണ് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ. തലച്ചോറിൽ എവിടെയാണ് മുഴകൾ ഉണ്ടായിരിക്കുന്നത്, അത് തലച്ചോറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് രോഗിയുടെ ജീവിത ഗുണമേന്മയിൽ ഗൗരവമായ സ്വാധീനമുണ്ട്. ഏത് തരം കോശങ്ങളിൽ നിന്നാണ് മുഴകൾ ഉണ്ടായിരിക്കുന്നത്, അവ പ്രശ്നകാരിയാണോ അല്ലയോ എന്നതിനനുസരിച്ചാണ് ഡോക്ടർമാർ രോഗാവസ്ഥയെ വിലയിരുത്തുന്നത്. ഈ ബ്രെയിൻ ട്യൂമേഴ്സ് കുറേ ടൈപ്സ് ഉണ്ട്. ക്യാൻസറിൻ്റെ ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്, അല്ലെങ്കിൽ ക്യാൻസർ അല്ലാതെ ട്യൂമേഴ്സ്, നമ്മൾ ഈ ബിനൈൻ ട്യൂമേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഈ ക്യാൻസറസ് ട്യൂമേഴ്സ് ഇത് തലച്ചോറിൽ നിന്ന് നേരെയായിട്ട് ഉണ്ടാവുന്ന ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ദേഹത്തുനിന്ന് വേറെ ക്യാൻസറിൻ്റെ ട്യൂമർ സ്പ്രെഡ് ചെയ്ത് ബ്രെയിനിലോട്ട് പോയി വേറെ പുതിയ ട്യൂമർ അങ്ങനെയും ആവാൻ സാധ്യതയുണ്ട്. ഈ ബിനൈൻ ട്യൂമേഴ്സ്, ക്യാൻസർ അല്ലാതെ ട്യൂമേഴ്സ് തലച്ചോറിന് അകത്താവാം, തലച്ചോറിന് വെളിയിലും ആവാം. തലയുടെ അകത്ത് ഈ ഞരമ്പുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാഴ്ചയുടെ നെർവ്സിൽ നിന്നും അഥവാ കേൾവിയുടെ നെർവ്സിൽ നിന്നും, അപ്പം അങ്ങനെ വേറെ നെർവ്സിൽ നിന്നും ഉണ്ടാവാം. ശക്തമായ തലവേദനയും തുടർന്നുണ്ടാകുന്ന ഛർദിയും ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. കാഴ്ച മങ്ങുകയും അപസ്മാരമുണ്ടാവുകയും ചെയ്യുന്നത് മറ്റൊരു ലക്ഷണമാണ്. എന്നാൽ എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളാവാറില്ല. അപ്പോൾ യൂഷ്വലി വളരെ സ്ലോ ആയിട്ട് വളർന്ന ട്യൂമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു സിംറ്റം, ആദ്യത്തെ ഒരു ഇഫക്റ്റ്
ഒരു തലവേദനയായിരിക്കും. തലയുടെ അകത്ത് പ്രഷർ കൂടുമ്പം, ഒരു പുതിയ മുഴ അകത്ത് വളരുമ്പം തലയുടെ അകത്ത് പ്രഷർ കൂടുമ്പം അതിൻ്റെ ഇഫക്റ്റായിട്ട് ഒരു തലവേദന, ഛർദി, തലവേദന ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്ത് കാഴ്ച മങ്ങുക, അപ്പം അങ്ങനത്തെ ഇഫക്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ ട്യൂമർ വളരുമ്പം ബ്രെയിനിനെ പ്രസ് ചെയ്ത് ബ്രെയിനിനെ ഫങ്ഷനെ ബാധിച്ചിട്ട് അതിൻ്റെ ഇഫക്റ്റായിട്ട് ചിലപ്പം ശരിക്കും നമ്മൾ കാണുന്ന ഒരു ഫങ്ഷൻ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഉണ്ടാകുന്ന ഫങ്ഷൻ, നമ്മുടെ ദേഹത്തെ, നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് അഥവാ ഫങ്ഷൻസ് അത് ചിലപ്പം എഫക്റ്റ് ചെയ്തേക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൈയുടെയും കാലിൻ്റെയും അനക്കം അത് ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. സംസാരിക്കാൻ കപ്പാസിറ്റി അത് ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മൾ സൗണ്ട് കേട്ട് അത് മനസ്സിലാക്കുന്ന കപ്പാസിറ്റി അത് ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. കാഴ്ച എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. തലച്ചോറിൻ്റെ ആ കാഴ്ച മനസ്സിലാക്കുന്ന, ആ കാഴ്ച ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ചില സെൻറ്റേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ബ്രെയിനിൻ്റെ പിൻഭാഗത്താണ്. ആ ഭാഗത്ത് ട്യൂമേഴ്സ് എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ കാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. ഈ ട്യൂമേഴ്സ് വളരുമ്പം അതിൻ്റെ വേറെ ഒരു ടൈപ്പ് ഓഫ് സിംറ്റം ചിലപ്പം ഫിറ്റ്സ് ആയിരിക്കും, അപസ്മാരം. ബ്രെയിനിനെ ഇറിറ്റേറ്റ് ചെയ്ത്, തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പം അപ്പം അത് അതിൻ്റെ ഇഫക്റ്റായിട്ട് നമ്മുടെ സീഷേഴ്സ്, ഫിറ്റ്സ്, അപസ്മാരം, അപ്പം അങ്ങനത്തെയും ഇഫക്റ്റ് ആയിരിക്കും. അത് ചിലപ്പം മൊത്തം ജനറലൈസ്ഡ് ഫിറ്റായിരിക്കും. ഇച്ചിരി നമ്മുടെ ബോധം പോവുക, രണ്ട് കൈ രണ്ട് കാലിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അത് നമ്മൾ ഫോക്കൽ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു കൈ ആയിരിക്കും, ഒരു കൈയോ കാലോ അങ്ങനെ വല്ലോ പ്രത്യേകിച്ച് ഭാഗത്തായിരിക്കും അങ്ങനെ ഫിറ്റ്സ് ഉണ്ടാവുന്നത്. പലതരം ട്യൂമറുകളാണ് മസ്തിഷ്കത്തെ ബാധിക്കുക. തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന മുഴകളെ പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്നും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാകുന്ന ക്യാൻസർ ബ്രെയിനിലേക്ക് പടരുന്നതിനെ സെക്കൻഡറി ട്യൂമർ എന്നുമാണ് പറയുന്നത്. തലച്ചോറിലെ മുഴകൾ എന്നത് അത്ര സാധാരണമല്ല. 1,00,000 പേരിൽ 12 പേർക്കാണ് ഈ രോഗാവസ്ഥ കാണപ്പെടുന്നത്. എന്നാൽ ക്യാൻസർ മൂലമുള്ള മരണത്തിന്റെ കാര്യത്തിൽ രക്താർബുദത്തെയും കവച്ചുവെക്കുന്ന രീതിയിൽ 8ാം സ്ഥാനമാണ് തലച്ചോറിലെ മുഴകൾക്കുള്ളത്. വിട്ടുമാറാത്ത തലവേദന വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും നമ്മുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചെവിയുടെയും ഒക്കെ കുഴപ്പങ്ങൾ റോൾ ഔട്ട് ചെയ്തതിന് ശേഷം തലച്ചോറിനകത്ത് ഉള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ട്യൂമറുകൾ വരാൻ ഉള്ള ടെസ്റ്റുകൾ, കണ്ടുപിടിക്കാൻ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ഒരു നല്ല പ്രവണതയാണ്. നമ്മൾ ബ്രെയിൻ ട്യൂമർ സസ്പെക്റ്റ് ചെയ്യുമ്പം, ഒരാളുടെ സിംറ്റംസ് ആയിട്ട് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുമ്പം അത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി ഒരു സ്കാനാണ് നമ്മൾ കോമൺ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സ്കാൻ ചെയ്യുന്നത് നമ്മൾ 2 ടൈപ്പ് ഉണ്ടാവും. അത് CT സ്കാൻ ഉണ്ടാവും, അതിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു മാഗ്നറ്റിക് റെസൊണൻസ് സ്കാൻ ആയിരിക്കും. ഇപ്പോൾ രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ട്യൂമറിന് വേണ്ടി കൂടുതൽ സെൻസിറ്റീവായിട്ട് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് നമ്മൾ MRI സ്കാനാണ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് സ്കാനാണ്. അപ്പം അതിൽ നമ്മൾ ഈ ബ്രെയിനിൻ്റെയും അതിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളുടെയും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ട്യൂമർ ഉണ്ടോ ഇല്ലയോ, എവിടെ ട്യൂമർ ഉണ്ടെങ്കിൽ അപ്പോൾ ഏതൊക്കെ ഭാഗത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, തലച്ചോറിൻ്റെ അകത്താണോ വെളിയിലാണോ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയും നേരത്തെ തലച്ചോറിലെ മുഴകൾ കണ്ടെത്തുക എന്നത് ചികിത്സയുടെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഭാതത്തിലുണ്ടാകുന്ന തുടർച്ചയായ തലവേദന, ഛർദി, കാഴ്ചയ്ക്ക് മങ്ങൽ, കുറേ നേരത്തേക്ക് ഓർമ്മ നശിച്ചു പോവുക, വ്യക്തിത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കോച്ചിപ്പിടുത്തം, സംസാരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പ്രയാസം നേരിടുക എന്നിവയെല്ലാം തലച്ചോറിലെ മുഴകളെക്കുറിച്ച് ഡോക്ടർക്ക് സൂചനകൾ നൽകുന്നതാണ്. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, സർജറി ഇവയാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ചികിത്സകൾ. ഇക്കൂട്ടത്തിൽ സർജറിയാണ് ഏറ്റവും പ്രധാനം. ട്യൂമറിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചാണ് സർജറി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ തന്നെ, തലയിൽ സർജറി ചെയ്യുവാണെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു പേടി ഉണ്ടാവും. അയ്യോ, തലയിൽ സർജറി ചെയ്താൽ എന്തെങ്കിലും ആവുമോ
ചെയ്യാൻ പറ്റുമോ? ഒരു കാലത്ത് മേ ബി 30-40 വർഷം മുമ്പേ ദിസ് വാസ് പ്രോബബ്ലി റെലവൻറ്റ്. ബിക്കോസ് ആ സമയത്ത് ഈ ബ്രെയിനിൽ സർജറി ചെയ്യുന്ന റിസ്ക് ഒത്തിരി ഹൈ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പം ഇൻ ദിസ് പ്രസൻറ്റ് ഇറ നമ്മൾ നോക്കുമ്പം ബ്രെയിൻ സർജറി ഈസ് റിലേറ്റീവ്ലി predictable and has a high degree of safety. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ച് നമുക്ക് ഈ സർജിക്കൽ ടെക്നോളജി ഉണ്ട്, നമുക്ക് ഈ സർജറി സേഫ് ആക്കാൻ കുറേ വഴികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു ആവറേജ് സർജറി അതിൻ്റെ ഔട്ട്കം ഇസ് ഫെയർലി പ്രെഡിക്റ്റബിൾ, വിച്ച് മീൻസ് നമുക്ക് ഓൾമോസ്റ്റ് പറയാം ദാറ്റ് യെസ് അതിൻ്റെ റിസ്ക് വളരെ കുറവാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. സോ വിത്ത് റീസണബിൾ ഡിഗ്രി ഓഫ് സക്സസ്, വിത്ത് എ ഗുഡ് ഡിഗ്രി ഓഫ് സക്സസ് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോഴത്തെ ടെക്നോളജി നോക്കുമ്പം ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഇല്ല നമുക്ക് സർജറി ചെയ്യാൻ പറ്റാതെ ഒരു ഭാഗം ഇല്ല. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നമുക്ക് വിത്ത് സേഫ്റ്റി നമുക്ക് എത്താൻ പറ്റും. അവിടെ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അത് പറയുവാണെങ്കിലും ചില ട്യൂമേഴ്സ് ഉണ്ട്, ഒത്തിരി സ്പ്രെഡ് ചെയ്ത ട്യൂമേഴ്സ് ഉണ്ട്, അഥവാ വളരെ വൈറ്റൽ ബ്രെയിനിൻ്റെ വളരെ വൈറ്റൽ സെൻറ്റേഴ്സിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന ട്യൂമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് സർജറി ചെയ്യാൻ മേ നോട്ട് ബി ഡയറക്റ്റ്ലി പോസിബിൾ. ബിക്കോസ് നമ്മൾ സർജറി ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിലും നമ്മൾ ചിലപ്പം പേഷ്യൻറ്റിന് ഒത്തിരി സൈഡ് എഫക്ട്സും പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആവുമ്പം നമ്മൾ നേരെയായിട്ട് സർജറി ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മേജർ സർജറി ചെയ്യാതെ നമുക്കൊരു ബയോപ്സി ചെയ്യാൻ നോക്കും. ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തോട്ട് ഒരു സൂചി കടത്തി നമുക്ക് ട്യൂമറിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം എടുക്കുക. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പം അത് നമ്മൾ ബയോപ്സി ചെയ്യുമ്പം നമുക്ക് ട്യൂമർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്യാൻസറിൻ്റെ ട്യൂമേഴ്സ് ആണെങ്കിൽ യൂഷ്വലി ബ്രെയിനിനകത്ത് സ്പ്രെഡ് ചെയ്യും. എങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുമ്പം ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു റിമൂവ് ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പം അങ്ങനെ ആണെങ്കിലും നമ്മുടെ സർജറിയുടെ എയിം ഇതായിരിക്കും ഒരു നിയർ കംപ്ലീറ്റ് മാക്സിമൽ സേഫ് റിമൂവൽ, വിച്ച് മീൻസ് ഒരു നല്ല സേഫ് രീതിയിൽ നമുക്ക് എത്രയും ഭാഗം മാറ്റി കളയാൻ പറ്റും, അതാണ് നമ്മുടെ ഉദ്ദേശം. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റുന്ന ടിഷ്യൂ നമ്മൾ പ്രോസസ്സ് ചെയ്യും, അത് നമ്മൾ ബയോപ്സി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടെസ്റ്റിലാണ് നമ്മൾ അറിയുന്നത് ഈ ട്യൂമർ അതിൻ്റെ എക്സാക്ട് നേച്ചർ എന്താണെന്ന്. അത് ശരിക്കും ഒരു ബിനൈൻ ട്യൂമറാണോ ക്യാൻസർ ആണോ, ഏത് സെൽസിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഫെർദറായിട്ട് കളിക്കാൻ പൊട്ടൻഷ്യൽ എന്തുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ അതിലാണ് അറിയുന്നത്. അത് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ചില ട്യൂമേഴ്സിന് ഫോർ എക്സാമ്പിൾ ഈ ക്യാൻസറിൻ്റെ ട്യൂമേഴ്സിനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും നമുക്ക് റേഡിയേഷനും കീമോതെറപ്പി വേണ്ടി വരും. ബിനൈൻ ട്യൂമേഴ്സിന് യൂഷ്വലി ഫെർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ലൈക്ക് അത് തിരിച്ച് കളിക്കാൻ പൊട്ടൻഷ്യൽ ഒത്തിരി കൂടുതലാണെങ്കിൽ അഥവാ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയില്ല ഇതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പേഷ്യൻസിന് റേഡിയേഷൻ കൊടുക്കേണ്ടി വന്നേക്കും. രോഗികൾക്ക് തിരികെ ജീവിതത്തിലേക്കും ജോലികളിലേക്കും മടങ്ങുന്നതിന് ശാരീരികവും മാനസികവുമായ പുനരധിവാസം ആവശ്യമാണ്. മിക്കവാറും എല്ലാവർക്കും ദീർഘകാലത്തേക്ക് മേൽനോട്ടവും ഇടവേളകളിൽ ക്ലിനിക്കൽ പരിശോധനകളും സ്കാനിങ്ങും ആവശ്യമാണ്.